എത്രത്തോളം പല പണ്ഡിതന്മാരും പറയാറുണ്ട്, പാപികളും ദോഷികളുമായ പലരും അവർ നമ്മൾ അറിഞ്ഞതിൽ വളരെ കുറച്ചറിഞ്ഞിരുന്നെങ്കിൽ തന്നെ അവർ പലരും നന്നാകുമായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും പറയാറുണ്ട്. നമ്മൾ അറിഞ്ഞതിൽ വളരെ കുറച്ചറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവരിൽ വലിയ വലിയ തമ്മാടികളും തോന്നിവാസികളും നന്നായേക്കും. അവർ പലരും ഇത് അറിഞ്ഞിട്ടില്ല. എത്രയോ ദീനിന്റെ യാതൊരു നിലക്കും ദീനിനെ പരിഗണിക്കാതെ നടക്കുകയും പിന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരികയും ചെയ്ത പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, എനിക്കന്ന് ഞാൻ ചെയ്യുന്നതിനൊക്കെ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്ന ആളാണ് എന്ന കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. മുസ്ലിം തറവാടുകളിൽ ജനിച്ച പുരുഷന്മാരും സ്ത്രീകളും പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. എനിക്കറിയില്ലായിരുന്നു മുമ്പ് ഇങ്ങനെ. അതുപോലെ അവർക്കറിയില്ല. അള്ളാഹുവിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്ന ആളാണ് എന്നതിനെ കുറിച്ച് പോലും ചിന്തയില്ലാതെ അശ്രദ്ധരായി അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജീവിച്ച ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞതിൽ വളരെ കുറച്ചറിഞ്ഞാൽ തന്നെ അവരുടെ പാപങ്ങൾ ഉപേക്ഷിക്കും, അവർ നന്നായി തീരും. ഇങ്ങനെയാണ് പലരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ദീൻ അത് അറിയിച്ചു കൊടുക്കാനുള്ളതാണ്, അത് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. വലിയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബത്തുൽ വദാഇൽ പറഞ്ഞതുപോലെ ഇതിൽ സാക്ഷിയായവർ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. ഇവിടെ വെച്ച് കേട്ട ആളുകളെക്കാൾ ചിലർ, റുബ്ബ എന്നത് കസീറിനും ഖലീലിനും ഉപയോഗിക്കും. ഒരുപാട് ആളുകൾ എന്ന അർത്ഥത്തിൽ റുബ്ബ എന്ന് പറയും, കുറച്ചാളുകൾ എന്നതിനും പറയും. ഇവിടെ കുറച്ചാളുകൾ എന്നാണ്. എന്നാൽ ഇവിടെ ഹാജറുള്ളവരെക്കാൾ ഇത് പിന്നീട് കേട്ടവർ എത്തിച്ചു കൊടുക്കുമല്ലോ. ആ എത്തിക്കപ്പെടുന്ന ആളുകളിൽ ചിലർ ഇവിടെ വെച്ച് നേരിട്ട് കേട്ടവരെക്കാൾ ഇത് മനസ്സിലാക്കുന്നവരായേക്കാം. ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ചിലപ്പോൾ ഒരാൾ ഇത് നേരിട്ട് കേൾക്കും, ഒരു ആയത്ത്, ഒരു ഹദീസ്, എന്നിട്ട് അയാളത് വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കും. ആ കേട്ട മനുഷ്യൻ ചിലപ്പോൾ ഇതിൽ നിന്ന് ആദ്യം കേട്ട ആളെക്കാൾ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടേക്കും. ചിലപ്പോൾ പിന്നീട് കേട്ട ആൾക്ക് മനസ്സിലായേക്കും. അത് ഈ ദീനിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ അള്ളാഹുവിന്റെ ആയത്തുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെയും പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് എത്തിച്ചു കൊടുക്കുന്നതിന് വലിയ ഫദ്ലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഅദ്ദാഹാ കമാ സമിഅഹാ. അള്ളാഹു ഒരുവന്റെ മുഖം പ്രസന്നമാക്കട്ടെ, ഒരുവന്റെ മുഖം അള്ളാഹു നന്നാക്കട്ടെ. സമിഅ മഖാലതി, അവൻ എന്ത് ചെയ്തു? എന്റെ വാക്ക് കേട്ടു, അതുപോലെ അദ്ദാഹാ കമാ സമിഅഹാ, എന്നിട്ട് കേട്ടതുപോലെ അത് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ദുനിയാവിൽ ഏത് കാലത്തും അഹ്ലുൽ ഹദീസിനെ നോക്കിക്കോളൂ, അവരുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കിക്കോളൂ, അവരുടെ മുഖത്തൊരു പ്രസന്നത. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ആണ്, എൻ്റെ വാക്ക് കേൾക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് എൻ്റെ മുഖത്തിന് പ്രസന്നത നൽകട്ടെ അള്ളാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതാവയിൽ സുഫിയാൻ സൗരിയുടെ ഖൗൽ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം.